അപ്പോൾ ഗൈസ് നാളെ രാവിലെയാണ് നമ്മൾ മൂന്നാറിലേക്കുള്ള ട്രിപ്പ് പോകാൻ വേണ്ടി പോണത് ബൈക്കിൽ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടത് അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഈ നമ്മുടെ ബാഗുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഇതിനകത്ത് കുത്തിക്കയറണം. ടെൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടെൻ്റുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡ്, അതിൻ്റെ മൗണ്ടുകൾ, കാര്യങ്ങൾ, ഗ്ലൗസ്, മാസ്ക്, പിന്നെ വണ്ടിയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള റോപ്പാണ് ഈ ഇരിക്കുന്നത്, ബാഗ് വണ്ടിയിൽ വെച്ച് കെട്ടാനായിട്ട്. പിന്നെ മെഡിസിൻസ്, അതുപോലെ ഗ്ലാസ്, ഇയർപോഡ്, പവർ ബാങ്ക്, പിന്നെ ID കാർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ചെറിയൊരു മിനി ബാഗ് കൂടെ, നമ്മുടെ ചെറിയ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും സൈഡ് സീയിങ്ങിനായിട്ടുള്ള പ്ലേസസിൽ കയറുമ്പോൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കിറ്റ്. ഇത് നമുക്ക് പുറകിൽ തൂക്കിക്കൊണ്ട് ഇങ്ങനെ പോകാം. ഹെൽമെറ്റിൻ്റെ കവറാണ് കേട്ടത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. കണ്ടില്ലേ, ഇന്നാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കാൻ പോകുന്നത്. ഇന്ന് ഡിസംബർ 27. നല്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മഞ്ഞൊക്കെ ഉള്ള സമയമൊക്കെ ആയിരിക്കും മൂന്നാറിലേക്ക്. ഞാനിപ്പോൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഗായ്സ്. നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മൂന്നാർ മാത്രമല്ലേ, നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ റാന്നി, എരുമേലി, മുണ്ടക്കയം വഴി കുട്ടിക്കാനം, പിന്നെ അവിടെ നിന്ന് ഏലപ്പാറ, അതുപോലെ പീരുമേട്, പിന്നെ അവിടെ നിന്ന് വാഗമണ്ണ്, അത് കഴിഞ്ഞിട്ട് തൊടുപുഴ, അവിടെ നിന്നുമാണ് പിന്നെ നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പ്ലാൻ മാറാം, വേറെ പല സ്ഥലങ്ങളിലേക്കും ചിലപ്പം പോകണം തോന്നി അങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ നേരെ ബൈക്ക് എടുത്തിട്ട് പോകാനുള്ള പരിപാടി. അപ്പോൾ രാവിലെ എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ട്രാവൽ വീഡിയോസ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും പുതിയ ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ട്. കണ്ട ഗോപ്രോയിലാണ് ഇപ്പോൾ വിഷ്വൽസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ കറക്റ്റ് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റിയിൽ തന്നെ കാണിച്ചു തരാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാഗൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ബൈക്കിൽ. നമ്മുടെ എഫിസെറ്റിലാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അച്ചു കിടക്കുന്ന ഭയങ്കര ബഹളം കണ്ടോ. ഈ ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യണം. ഈ ഗോപ്രോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോ എടുത്തിട്ട് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് യാത്ര പോകാം. അച്ചുവിനോട്ട് പറഞ്ഞിട്ട് വരാം. അച്ചു പോയിട്ട് വരട്ടാടാ, അണ്ണാടത്ത് വിളിക്കുന്നുണ്ട്. പോയിട്ട് വരട്ടെ. ടാറ്റാ ടാറ്റാ. എന്ത് ഒന്നുമില്ല, പോയിട്ട് വരാം. പോ പോകാൻ വേണ്ടി പോവാണ്. 1154 കിലോമീറ്ററാണ് ഇപ്പോൾ ആയത്. 1154.9, അതായത് 1155 കിലോമീറ്റർ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് യാത്ര കഴിക്കാം. ഒരു 910 950 അടിച്ചാൽ വന്ന് ഫുള്ളായി. കണ്ടില്ലേ, അറ്റത്തായി ഫുള്ളായി. ഇത് 1 ലിറ്ററോട് അടിക്കാനുള്ളതേ ഉള്ളൂ. ഗൂഗിൾ പേ ഇപ്പോൾ 910 രൂപയ്ക്ക് അടിച്ചു കേട്ടോ. ഒരു 1000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫുള്ളാവും. അടുത്ത പരിപാടി എയർ അടിക്കണം. എക്സോട്ടിക് ബീസ്റ്റ് EXO-TIC. നമ്മളങ്ങനെ യാത്ര ഒഫീഷ്യലി ഇതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിച്ചു, എയറോ അടിച്ചു. ഇനി നമുക്ക് തൊട്ടടുത്ത കടയിൽ കുറച്ച് അപ്പുറത്ത് ചെന്നിട്ട് ജംഗ്ഷനിൽ ചെന്നിട്ട് ഒന്നിട്ട് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. ഹലോ ഗായ്സ്, എനിക്കൊരു ഫേസ് വാഷ് എടുത്ത് വെച്ചു 15 രൂപ ഹിമാലയുടെ, അതില്ലേ ഗൈസ്. അങ്ങനെ തമ്പാനൂരിൽ നിന്ന് നമ്മളതാ യാത്ര ഇരിക്കാൻ പോവാണ്. ബാബാസിൽ കയറി ക്യാമറയുടെ ആ ഒരു സ്ക്രൂ മൗണ്ടും കൊടുത്തു, 100 രൂപ തിരിച്ചു വാങ്ങിച്ചു. ഇനി നേരെ വേറെ അങ്ങ് നിർത്തുന്നില്ല. നേരെ ഇനി അടുത്ത ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ കാണണം. ഇൻഡിക്കേറ്റർ റൈറ്റ് കിടപ്പുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ പത്തനംതിട്ട എത്തി കേട്ടോ. പത്തനംതിട്ട നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ബസ് സ്റ്റാൻഡ്, പത്തനംതിട്ട ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ
മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കുറേ കാലം മുന്നേ വന്നതാണ്, ഒരു 3 വർഷത്തോളമായി കേട്ടോ പത്തനംതിട്ട ലാസ്റ്റ് വന്നിട്ട്. ഇതാണ് ഗൈസ് പത്തനംതിട്ട റിംഗ് റോഡിൽ വെട്ടിപ്പുറം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെട്ടിപ്പുറം, മേലെ വെട്ടിപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വെച്ചാണ് പണ്ട് എന്നെ RTO പൊക്കുന്നത്. ഞങ്ങൾ 3 പേരെ ട്രിപ്പിൾസ് അടിച്ച് വന്നു. അതായത് ആൾക്ക് ഹെൽമെറ്റില്ല, ഒരാൾക്ക് മാത്രമേ ഹെൽമെറ്റ് ഉള്ളൂ. അത് പുറകിരുന്ന ആളാണ് അതും വെച്ചത്. ഞാനാണെന്ന് ഓടിച്ചിരുന്ന വണ്ടി. അന്ന് 3000 രൂപയാണ് ഞങ്ങൾക്ക് പെറ്റി അടിച്ച് തന്നത്. ഇവിടെ ഈ ഏരിയ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ആ ലോറി നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ ഈ ഒരു സൈഡ് ഇവിടെ വെച്ചിട്ടാണ് നിന്ന് എനിക്ക് പെറ്റി അടിച്ചത് 3000 രൂപ. അത് ഇന്നും മറക്കാത്തൊരു ഓർമ്മയാണ്. അന്ന് ആ പൈസയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് പിന്നെ പെറ്റിയൊക്കെ അടച്ചത്. ഞങ്ങൾ 3 പേരും, എനിക്ക് അതിന് മറ്റൊരാളുടെ വണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മേലെ വെട്ടിപ്പുറം എത്തി പത്തനംതിട്ടയിൽ റിംഗ് റോഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് പണ്ട് ഞാൻ 4 വർഷത്തോളം, 4 വർഷത്തോളം നമ്മൾ പഠിച്ചു കോളേജിലും. അല്ലാതെ 3 വർഷത്തോളം താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇവിടെ നോക്കി കാണിച്ചു തരാം. നമുക്കിപ്പോൾ വലത്തോട്ടാണ് പോകേണ്ടത്. ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്നില്ലേ ആ എൻഡിൽ, ആ സെയിം ഫ്ലാറ്റിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. നമ്മളത് അങ്ങനെ ജബ്ബറിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ജബ്ബറിൻ്റെ വീട്. ഇതെത്തി. ഇത് തന്നെയാണ് ജബ്ബറിൻ്റെ വീട്. ജബ്ബറിൻ്റെ പപ്പയാണെന്ന് തോന്നുന്നത് അവിടെ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി നേരെ കുട്ടിക്കാനം കഴിഞ്ഞ് പീരിമേട്ടിലേക്കാണ് പോകുന്നത്. പീരിമേട്ടിലാണ് ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ അയ്യപ്പന്മാരൊക്കെ ഇവിടെ നിന്ന് നടന്നു പോകുന്നത് ശബരിമലയ്ക്ക്. ഇവിടെ നിന്ന് 65 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അവരൊക്കെ നടന്നൊക്കെ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. ഗൈസ്, ഇതുവഴിയാണ് നമുക്ക് എരുമേലിക്ക് പോകേണ്ടത്. നല്ല റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് കയറിയപ്പോൾ നല്ല കാടിൻ്റെ അന്തരീക്ഷം കണ്ടില്ലേ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ടൊരു ഫോറസ്റ്റ് റോഡിൽ കൂടെ പോകുന്നൊരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. കൊള്ളാം കേട്ടോ. നല്ല വൈബുള്ള നല്ല റോഡ്. കൂടുതൽ ആൾക്കാരും എരുമേലി വഴി ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് ഈ റോഡിൽ ഒരുപാട് കാണാൻ പറ്റും. ഇതെല്ലാം ശബരിമല റോഡാണ്. അതുപോലെ തന്നെ അവിടെ ആയിട്ട് നമുക്ക് ഇടത്താവളങ്ങളും കാണാൻ പറ്റും. ഗൈസ്, നമ്മൾ എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം റൂട്ടിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് റബ്ബറാണ്. ഗൈസ്, ഈ ഏരിയയിൽ മൊത്തം കേരളത്തിലെ റബ്ബർ മരങ്ങളുടെ വൈവിധ്യമായ കളക്ഷനാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു വ്യൂ അല്ലേ. കണ്ടോ, നമ്മുടെ മുന്നിൽ നല്ല കോടമഞ്ഞൊക്കെ പോച്ച് നിൽക്കുന്ന മലനിരകളാണ് കേട്ടോ. ഇവിടെ നിന്ന് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിത് കുട്ടിക്കാനത്തേക്കാണ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്നില്ലേ, ഇതാ അവിടെ ഒരു സ്കൂളോ എന്തോ കാണുന്നില്ലേ. ഈ കൂടുതൽ ഏറ്റവും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ പഠിക്കുന്നവരുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കും. നല്ല വ്യൂ ആയിരിക്കും അവർക്ക്. കണ്ടില്ല ആ ഒരു ഏരിയ, ആ ഒരു മലയുടെ ഏരിയ. ഗൈസ്, ഈ കാഴ്ച കണ്ടോ നിങ്ങൾ? കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ കഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെ താഴേക്ക് ടൗണുണ്ട്, പിന്നെ അതുവഴിയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. കണ്ടില്ല, ലൈറ്റൊക്കെ കാണുന്നുണ്ട് വണ്ടികളിലൊക്കെ. നല്ല ക്ലൈമറ്റും നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെ നിന്ന് അറിയാമോ? വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിലാണ് കേട്ടോ. അതല്ലേ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വണ്ടി എവിടെയെങ്കിലും ഉണ്ടെന്ന് വെക്കണം. ഇതാണ് നമ്മുടെ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾ. വണ്ടി അങ്ങോട്ട് അങ്ങനെ ഒതുക്കി വയ്ക്കാം. എന്താ വന്നല്ലോ, ഹായ് പറട്ടോ. ഹലോ, ആ വ്ളോഗാണ്, പറഞ്ഞുതരാം. എക്സോട്ടിക് ബീസ്റ്റ് ആണ് ചാനലിൻ്റെ പേര്. റേഞ്ചും ഇല്ല അവിടെ. ഇവിടെ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ കുറവാണ്. ഇത്രയും ഏരിയ വരുന്നുള്ളൂ ഇവിടെ. കണ്ടില്ല,
കംപ്ലീറ്റ് മിനറൽസ് ആണ്. ആ ഡയലോഗ് കൂടെ പറഞ്ഞു. കംപ്ലീറ്റ് മിനറൽസാ. ഇപ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്നും നമ്മൾ നേരെ യാത്ര ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പീരുമേടാണ് കേട്ടോ. പീരുമേടിൽ വന്നെത്തി വൈകുന്നേരം. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ റൂമിലാണ്. കണ്ടില്ലേ, ഇനി നാളെയാണ് നമ്മൾ ഇവിടെ നിന്ന് വാഗമണ്ണ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ഡയറക്റ്റ് മൂന്നാറിലേക്കല്ല പോകുന്നത്. ഇവിടെ നിന്ന് ഇടുക്കി ഫുള്ള് ഒരു റൗണ്ട് ട്രിപ്പായിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നാളെ അതിരാവിലെ എഴുന്നേറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. സോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ എന്തായാലും കാണാം. നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി ഇട്ടേക്കുക. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.